ഞാൻ ഇനി പറയാൻ പോണ കാര്യം ചേച്ചി ശ്രദ്ധിച്ചു കേൾക്കണം. യേശു നെയ്യും അളിയനും എന്ത് പറഞ്ഞാലും അമ്മൂമ്മ സമ്മതിക്കാൻ പോണില്ല. അമ്മൂമ്മ എന്തായാലും കലിപ്പിടും. കട്ടയ്ക്ക് കലകാന്റെയും കൂടെ നിൽക്കും. അപ്പൊ എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഉചിതമായ ഇടപെടൽ നടത്തി ഈ കാര്യം സെറ്റാക്കി തരണം കേട്ടാ. നമ്മൾ നിന്റെ കൂടെ കല്ലുവലിക്കൂലേ, നീ എന്തിനാ പേടിക്കണേ? പോലെ നിൽക്കില്ല, എന്തെങ്കിലും പറയണ ഇടയ്ക്ക് പറയാന്ന്. അത് നീ അമ്മൂമ്മനെ വിളി. ഓക്കെ സെറ്റ്. അമ്മൂമ്മ ആരാ വന്നേക്കണേ നോക്കൂ. അമ്മൂമ്മയുടെ കൊച്ചുമോൾ. അയ്യോ അവിടെ இன்னைக்கு உன்னோட முகம் ரொம்ப பிரசாதமா இருக்கு. ரொம்ப പ്രസാദമായിട്ടിരിക്കാനേ ശിവാനിക്കൊരു കാരണം ഉണ്ടല്ലോ. என்ன காரணம்? ഇന്നെന്താ പ്രത്യേകത? കുഞ്ഞിന്റെ പിറന്നാളൊന്നും അല്ലല്ലോ. പിറന്നാളൊക്കെ എന്തോന്ന് അമ്മുമ്മ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ശിവാനി ജനിച്ചതിൽ ഒരു അർത്ഥം ഉണ്ടായത് ഇപ്പോഴാണ്. என்ன எக்ஸாம் ரிசல்ட் வந்ததா? എക്സാം റിസൾട്ട് ഒക്കെ എന്ത്, ഇത് അതിനേക്കാൾ വലുത്. എന്താ മോനെ കാര്യം പറ. അളിയാ പറയടാ. സൊല്ലേ. ഇതിപ്പം ആരും പറയുന്നില്ലെങ്കിലേ ഞാൻ തന്നെ അങ്ങ് പറയാം. നമ്മുടെ ശിവയ്ക്കില്ലേ, ശിവയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഓഡീഷൻ വഴി അവസരം കിട്ടും. അതിനുവേണ്ടി 3 മാസം ഷൂട്ടിന് പോവാ അല്ലേ? 3 മാസത്തെ കോൺട്രാക്ട് ഉണ്ട്. 1 മാസം ക്യാമ്പും 2 മാസം ഷൂട്ടും. ஐயோ சினிமாலயா? என்ன தமிழ் சினிமாவா? ஆமா தமிழ் சினிமா தான். ஐயோ பாக்கியவதி. ஐயோ எனக்கு என்ன செய்யணும்னே தெரிய மாட்டேங்குது. நான் இப்ப எல்லாரையும் கூப்பிட்டு சொல்லட்டும். என்னோட அப்பா சந்தனமாரி லட்சுமி. ஐயோ என்னோட போன் எங்க? നിലത്തേക്ക് എന്തുവാ? என்னம்மா தமிழ் சினிமால ചാവടതില്ല. മിണ്ടത് അവിടെ അല്ലേ? എന്തോന്നാ ഞാൻ ഈ കേക്കുന്നേ? തമിഴ് സിനിമയിൽ ചാൻസ് കിട്ടിയത്. 3 മാസം സിനിമ. എന്താ പെട്ടെന്നൊരു സിനിമാ മോഹം? ഇതാരാ നിന്നെ കൊണ്ടുപോയത്? ലച്ചുവേ? അത് തന്നെ ഞാനും അതാ ചോദിച്ചോണ്ടിരുന്ന. ആരാ നിന്നെ കൊണ്ടുപോയത്? അത് അമ്മൂമ്മ സംഭവം എന്താന്ന് വെച്ചാലേ, ഇവക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിട്ട് പോയതല്ല. ഇവളുടെ കൂട്ടുകാരികളുടെ ഒപ്പം ഓഡീഷന് പോയപ്പോ അങ്ങനെ അവർക്ക് ചാൻസ് കിട്ടാതെ ഇവക്ക് ചാൻസ് കിട്ടി. അത് മാത്രമല്ല 3 മാസത്തെ എന്തോ പരിപാടിയല്ലേ, അപ്പൊ 3 മാസത്തെ ക്ലാസ് പോയി. അതാണ് കാര്യം എന്നുണ്ടെങ്കിൽ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എന്റെ ടീച്ചറിനെ വിളിച്ച് ഓൾറെഡി സംസാരിച്ചു. അവര് പറഞ്ഞു നല്ല കാര്യമല്ലേ ശിവ, പെരിയ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞു. അവര് പറഞ്ഞു വേണമെങ്കിൽ പ്രിൻസിപ്പാളിനോട് സംസാരിക്കാം, പെട്ടെന്ന് സമ്മതിക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞാ നീ അങ്ങ് പോവും ഇല്ലയോ? ഇവിടുത്തെ ഞങ്ങളുടെ ആരുടെയും സമ്മതം നിനക്ക് വേണ്ട. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ കോഡീഷന് പോയത് ആരോട് ചോദിച്ചിട്ടാ? ലച്ചു എന്നോട് ചോദിച്ചായിരുന്നോ? എന്റെ അടുത്ത് ചോദിച്ചാ, ചിലപ്പോ കേശുവിനോട് ചോദിച്ചാണോ? എന്നോട് ചോദിക്കാനോ? ഞാനിത് അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ ഇത് നല്ല ഒരു പരിപാടിയാണല്ലോ അമ്മൂമ്മ. ഞാൻ ബാഗ് അമ്മുമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാൾക്ക്, അന്ന് കോടിക്കണക്കിന് ആൾക്കാർ ഒരാൾക്ക് കിട്ടുന്ന ഭാഗ്യമാണ് നമ്മുടെ ശിവയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഭാഗ്യമൊക്കെ അവിടെ നിക്കട്ടെ. ആരാ എന്താ എങ്ങനെയുള്ളവരാന്ന് വല്ലതും നമുക്കറിയാമോ? മാറങ്ങോട്ട് അമ്മുമ്മ. നോ വറീസ്. തമിഴ്നാട്ടിലെ ഏതൊരു ക്ലാസിക് ഫിലിം ഡയറക്ടർ ആണെന്നാണ് പറഞ്ഞത്. പുള്ളി തന്നെ നേരിട്ട് എന്നെ കാസ്റ്റ് ചെയ്തതാണ്. അത്ര ഇഷ്ടപ്പെട്ടു മൂപ്പർക്ക്, അതാണ് കാര്യം. അല്ല ഇങ്ങനെ പറയുമ്പോ ഇത് മറ്റേ നമ്മുടെ ഈ മാറ്റ്ലിയോ അല്ലെങ്കിൽ ലോകേഷ് കനകരാജ് അങ്ങനത്തെ ആരെങ്കിലും? ഏകദേശം ലോക്കിയാണന്റെ ഒരു ലെവലാണെന്നാണ് ഡയറക്ടർ എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. ഏത് അപ്പൊ LCU കണക്ട്. പാരലൽ യൂണിവേഴ്സ്. 1 മാസം ക്യാമ്പ് അവിടെ. അതിന്റെ കാര്യങ്ങൾ ഇപ്പൊ അറിയില്ല. പക്ഷെ പേടിക്കണ്ട, ഇന്ന് രാത്രി അവര് വിളിക്കും, അപ്പൊ അവര് പറയും. എന്തിനാ രാത്രി വിളിക്കുന്ന? പകൽ വിളിച്ചാൽ എന്താ കുഴപ്പം? പകല് വിളിക്കാൻ പറ്റാത്തോണ്ടായിരിക്കില്ല രാത്രി വിളിക്കുന്നത്. എന്താണെങ്കിലും എന്താ, ഞാൻ വിളിക്കുമ്പോ എന്താ പറയണം? പറ്റത്തില്ലെന്ന് പറയണം. അമ്മൂമ്മ എന്തോന്ന് കമ്മൂമ്മ? കനകം നീ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക? നിനക്ക് അടുക്കള പണിയൊന്നും ഇല്ലയോ? ഇങ്ങോട്ട് മാറിയേ. മിണ്ടരുത്, മിണ്ടിപ്പോവരുത്. കല്ല് പോലെ നിൽക്കാണ്ട് പറയുന്നെങ്കിൽ. എന്റെ കൊച്ചമ്മൂമ്മ ഇപ്പൊ തിളച്ച് നിക്കാണ്. ആദ്യം ഒന്ന് ഒതുങ്ങട്ടെ, എന്നിട്ട് നമുക്ക് അമ്മൂമ്മയുടെ റൂട്ട് പിടിച്ചിട്ട് ആ വഴി അങ്ങ് പോവാ. ഉചിതമായ ഇടപെടൽ എന്ന് പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല.